പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വേണുവിനെ അങ്ങോട്ട് വിളിച്ചത് സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ്. അന്നേരം കുറേ ഉരുണ്ട് കളിക്കും വേണു. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിതിനെ തെളിവ് തരാനൊന്നും പറ്റിയില്ല. പിന്നെ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ്. അത് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് എൻ്റെ മകളെ ഞാനിവിടെ നിർത്തുന്നില്ല, അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുവാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അനാമികയും പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് എൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്തിയത് അവരെ അപമാനിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് അനാമികയും കൂടെ അവിടുന്ന് പോരുന്നുണ്ട്. ശരിക്കും അവിടുന്ന് രക്ഷോട്ട് പോരുന്നതാണ്, പിന്നെ കാണുമ്പം പിണങ്ങി പോരുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇതറിയുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അനി കൂട്ടുകാരുടെ കൂടെ കേക്ക് മുറിച്ച് ഇത് ആഘോഷിക്കുന്നുണ്ട്. എന്നിട്ട് അനി പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഇത്. ഇനി അവൾ തിരിച്ചു വരാതിരിക്കുവാണെങ്കിൽ എന്നും കേക്ക് മുറിച്ച് ആഘോഷിക്കാം എന്നും പറയുന്നുണ്ട് കേട്ടോ അനി. പിന്നീട് ദേവയാനിയെ കാണിക്കുന്നുണ്ട്. അവിടുന്ന് പിണങ്ങിപ്പോയ അനാമികയെ വിളിക്കാൻ വേണ്ടി ദേവയാനി പുറകെ ചെന്നേക്കുന്നു. അന്നേരം അനാമിക പറയുന്നുണ്ട്, വല്യമ്മ വന്ന് വിളിച്ചാലൊന്നും ഞാൻ വരികയില്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് തന്നെ പറയുവാണ്. പിന്നീട് ഇതെല്ലാം അറിയുമ്പം ദേഷ്യപ്പെട്ട് ജാനകി പറയുവാണ്, നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മരുമകളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. എൻ്റെ മരുമകളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ആ ആൺവേഷം കെട്ടി നടക്കുന്ന അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനാണ് ഭാവമെങ്കിൽ അത് നടക്കുകയില്ല. എനിക്ക് എൻ്റെ അനാമിക മോളെ മാത്രം മരുമോളായിട്ട് മതിയെന്നും ജാനകി പറയുന്നുണ്ട്.